വൃശ്ചികത്തിലെ അഷ്ടമി എന്ന് പറയുന്നത് ആനകളും ആലവട്ടവും വെഞ്ചാമരവുമായി രാത്രി വിളക്ക് തൊഴുത് ഉണരുന്ന പ്രഭാതമാണ്. കൈകൂപ്പി നിൽക്കുന്നതാവട്ടെ ഭക്തസഹസ്രങ്ങളും. വ്യാഘ്രപാദ മഹർഷിക്ക് ശിവൻ ദർശനം നൽകിയ ദിവസമാണ് അഷ്ടമി ദർശനമായി ആഘോഷിക്കുന്നത്. രാവിലെ ശിവദർശനം, ഉച്ചയ്ക്ക് സദ്യ, രാത്രി പ്രൗഢിയും ആർഭാടവും നിറഞ്ഞ ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളിപ്പ് എന്നിവയാണ് അഷ്ടമി ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ. പത്മാസുരനെ വധിക്കാൻ ദേവസേനകളെ നയിച്ചു പുറപ്പെട്ട പുത്രൻ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി അഷ്ടമി ദിവസം ശിവൻ അന്നദാനം നടത്തുന്നു എന്ന സങ്കല്പത്തിലുള്ളതാണ് സദ്യ. ഭക്തർ ഉച്ചയ്ക്ക് സദ്യ കഴിക്കുമ്പോഴും അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ വ്രതനിഷ്ഠയോടെയുള്ള നിരാഹാരത്തിലാണ്. വിജയശ്രീ ലാളിതനായി വരുന്ന മകന്റെ മടങ്ങിവരവിനായുള്ള കാത്തിരിപ്പാണിത്. ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളി എത്തുന്നത് രാത്രി വൈകിയാണ്. രാത്രി വിളക്ക് കഴിഞ്ഞാണ് അഷ്ടമി നാളിലെ ഉച്ചപൂജ. ദേവസംഗമത്തിന് ശേഷം എഴുന്നള്ളത്തുകൾ ഓരോന്നായി കൊടിമര ചുവട്ടിലെത്തും. ദേവീദേവന്മാർ ഓരോരുത്തരായി വൈക്കത്തപ്പനോട് വിടചൊല്ലി പിരിയും. ആദ്യം വിട പറയുന്നത് മൂത്തേടത്തുകാവ് ഭഗവതിയാണ്. ഒടുവിലാണ് ഉദയനാപുരത്തപ്പൻ ഉപചാരം ചൊല്ലി പിരിയുന്നത്. വടക്കേ ഗോപുര നടയിലാണ് വിടചൊല്ലി പിരിയൽ ചടങ്ങ്. നാദസ്വരത്തിൽ മുഴങ്ങുന്നത് വിഷാദരാഗമായ ദുഃഖകണ്ഠാരം. തീവെട്ടികളുടെ വെട്ടത്തിൽ വിഷാദരാഗത്തോടെയുള്ള വേർപിരിയൽ ക്ഷേത്രാങ്കണം കൂടുതൽ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാക്കും. മഹാദേവ ക്ഷേത്രത്തിലെ പവിത്ര സങ്കേതമാണ് വ്യാഘ്രപാദത്തറ. വ്യാഘ്രപാദ മഹർഷി ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തിനായി ദീർഘനാൾ തപസ് ചെയ്ത പുണ്യസ്ഥലമാണിതെന്നാണ് വിശ്വാസം. ഈ സങ്കേതത്തിലാണ് ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. അരിയാലും പ്ലാവും മാവും ഒരുമിച്ച് വളർന്നു നിൽക്കുന്ന ഭക്തി സങ്കേതമാണ് വ്യാഘ്രപാദത്തറ. ഇവിടെയാണ് അസുര നിഗ്രഹത്തിന് പോയ ഉദയനാപുരത്തപ്പൻ മടങ്ങി വരുന്നതും കാത്ത് വൈക്കത്തപ്പൻ ഉപവാസത്തോടെ കാത്തു നിൽക്കുന്നത്. വിജയശ്രീ ലാളിതനായി മടങ്ങിയെത്തുന്ന ഉദയനാപുരത്തപ്പന് സ്വന്തം സ്ഥാനം നൽകി അനുഗ്രഹിക്കുന്നത് ഇവിടെ വച്ചാണ്. വൈക്കത്തപ്പനെ ഒരു ദിവസം തന്നെ 3 ഭാവങ്ങളിൽ ദർശിക്കാം. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തി, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തി, സായാഹ്നത്തിൽ സപരിവാരം വിരാജിക്കുന്ന മംഗളസ്വരൂപൻ. വ്യാഘ്രപാദ മഹർഷി അനേക സംവത്സരങ്ങൾ പൂജിച്ച് ആരാധിച്ച ശിവലിംഗം. അതിനാൽ പണ്ടുകാലങ്ങളിൽ വൈക്കം വ്യാഘ്രപാദപുരം എന്നറിയപ്പെട്ടിരുന്നു. പരമേശ്വര ശിഷ്യനായ ഭാർഗവരാമൻ വർഷങ്ങൾക്ക് ശേഷം ആകാശമാർഗം യാത്ര ചെയ്യുന്ന അവസരത്തിൽ ജലത്തിൽ ആണ്ടുകിടക്കുന്ന വിഗ്രഹം കണ്ടു. വ്യാഘ്രപാദർ ആരാധിച്ച ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് ഐതിഹ്യം. പരബ്രഹ്മമെന്ന സങ്കല്പത്തിൽ നിന്ന് ഖരൻ മഹർഷി ചിദംബരത്തു നിന്ന് കൊണ്ടുവന്ന ശിവലിംഗങ്ങളിൽ വലതു കൈയിൽ ഉണ്ടായിരുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അഷ്ടമി ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി ശ്രീഭൂതബലി നടക്കുന്ന അവസരത്തിലാണ് രാത്രിയിലെ പള്ളിവേട്ട. വ്യാഘ്രപാദത്തറയ്ക്ക് സമീപമാണ് ചടങ്ങ്. മണ്ഡപത്തിൽ പുലർച്ചെ പള്ളിയുണർത്തൽ. പാർവതീദേവിയെ കാത്തുകൊള്ളണമെന്ന് തന്റെ അനുചരന്മാർക്ക് ആജ്ഞ നൽകി ദേവൻ ആറാട്ടിനായി പുറപ്പെടും. ഉദയനാപുരം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കയറി നിൽക്കുന്ന വൈക്കത്തപ്പനെ ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളി ആറാട്ടിനായി ആനയിക്കും. ഇതിനുശേഷം ഉദയനാപുരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഒരേ പീഠത്തിലിരുത്തി തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാത്രി ഊടിപ്പൂജ. ഇരുദേവന്മാരും ഇവിടെ മുഖാമുഖം നിന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ അഷ്ടമിക്ക് സമാപനമാകും.